ചിന്തിക്കൂ സഹോദരന്മാരെ. അബൂജഹൽ അടക്കമുള്ള അവിടുത്തെ ഖുറൈശികൾ പണ്ടേയും നബി വരുന്ന കാലത്തും നോമ്പെടുത്തിരുന്നു. ഏത് നോമ്പ്? ആശൂറായിലെ നോമ്പ്, മുഹറം 10 നോമ്പെടുത്തിരുന്നു. അത് ആരുടെ കൂലിട്ടാനാ? ആർക്ക് വേണ്ടിയാ അവർ മുഹറം 10 നോമ്പ് നോറ്റത്? അള്ളാഹു. നമ്മൾ പറയുന്ന അള്ളാഹ്ക്ക് വേണ്ടി തന്നെയാണ്. അവർ നോമ്പെടുത്തത് അല്ല, സങ്കല്പത്തിലുള്ള അള്ളാഹ്ക്ക് വേണ്ടി മുഹറം 10. അപ്പൊ മുഹറം 10 സ്വീകരിക്കണ വേറൊരു അള്ളാഹ് അവിടെ ഉണ്ടായിരുന്നു. മുഹറം 10 സ്വീകരിക്കണ വേറൊരു അള്ളാഹ്, ഒരു നോമ്പ് സ്വീകരിക്കണ ഒരു അള്ളാഹ്. അതേപോലെ അവർ ഈത്തിക്കാഫ് ഇരുന്നിരുന്നു അവരെന്ന്. ഉമർ റളിയല്ലാഹു അൻഹു മുസ്ലിം ആയതിന്റെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്നിട്ട് ചോദിച്ചു, നബിയെ, റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലെ, ഞാൻ ജാഹിലിയ കാലത്ത് ഒരു നേർച്ച നേർന്നിട്ടുണ്ട്, അത് ഞാൻ വീട്ടണോ? എന്താ നേർച്ച? മസ്ജിദുൽ ഹറാമിൽ ഇഅ്തികാഫിരിക്കാൻ വേണ്ടി ഞാൻ നേർച്ചയാക്കിയിരിക്കുന്നു. അപ്പൊ അന്നത്തെ നേർച്ച മുസ്ലിമായി ദേശമല്ല, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു മുസ്ലിം ആകുന്നതിന് മുമ്പുള്ള കഥ പറയാണ്. ജാഹിലിയ കാലത്ത് ഞാനൊരു നേർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ ഇഅ്തികാഫ് ഇരുന്നോളാം, ഞാൻ ഇതുവരെ അത് ചെയ്തിട്ടില്ല. ഇപ്പൊ മുസ്ലിം ആയാലോ, നീ ഞാൻ അന്നാ ചെയ്തത് വേണോ? നീ അത് വീട്ടണോ? അവൻ നബി പറഞ്ഞു, ഔഫി നജറക്, നിന്റെ നേർച്ച നീ വീട്ടണം. എന്തേ നബി അത് പറയാൻ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ അറിയാ ഉമർ റളിയല്ലാഹു അൻഹു അന്ന് നേർച്ചയാക്കിയതും അള്ളാഹ്ക്കാണ്. അള്ളാഹ്ക്ക് നേർച്ചയാക്കിയ ഇഅ്തികാഫ് ആയതുകൊണ്ടാ പൂർത്തിയാക്കാൻ പറഞ്ഞത്. പേരോടിന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഉമർ റളിയല്ലാഹു അൻഹു അന്ന് നേർച്ചയാക്കിയത് സങ്കല്പത്തിലുള്ള ഒരു അള്ളാഹ്ക്ക്. എന്നിട്ട് നബി അതിനെ അംഗീകരിക്കുക. സങ്കല്പത്തിലുള്ള അള്ളാഹ്ക്കാ നേർച്ചയാക്കില്ല, വീട്ടണം. അങ്ങനെ ഉണ്ടോ? ഇനി അതേപോലെ തന്നെ സഹോദരന്മാരെ, അവർ തവാഫ് ചെയ്തിട്ടില്ലേ? ഹജ്ജ് ചെയ്തിട്ടില്ലേ? മുസ്ദലിഫയിൽ അവർ രാത്രി താമസിച്ചിട്ടില്ലേ? അവര് ബലിയറുത്തിട്ടില്ലേ? അവര് തൽബിയത്ത് ചൊല്ലിയിട്ടില്ലേ? ഇതൊക്കെ അവര് ചെയ്തിട്ടില്ലേ? ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ആർക്ക് വേണ്ടിയിട്ടാ? അള്ളാഹു എന്ന് നമ്മൾ പറയുന്ന അതേ അള്ളാഹുവിന് തന്നെ. ഇതാപ്പോ മൂപ്പര് നമ്മളൊരു ക്ലിപ്പായിട്ടിട്ട് അള്ളാഹു എന്ന് പറയുന്ന അതേ അള്ളാഹുവിന് എന്നുള്ള വലിയൊരു അപരാധം പറയാം. നമ്മളെന്താ പറയണത്? നമ്മൾ വിശ്വസിക്കും പോലെ വിശ്വസിച്ച അള്ളാഹുവിൽ അല്ല. അവരല്ലാഹു എന്ന് പറഞ്ഞത് ആരെയാണ്? നമ്മൾ പറയുന്ന അള്ളാഹിനെ തന്നെ. പക്ഷേ നാം അള്ളാഹുവിൽ സമ്പൂർണ്ണമായി വിശ്വസിക്കുന്നു. അവരോ ഒരു ചില ഭാഗങ്ങളൊക്കെ വിശ്വസിച്ചു, അംഗീകരിച്ചു, പലതും അവർ തള്ളി. അല്ലേ? നോക്കൂ നിങ്ങൾ, ഒരൊറ്റ വാചകം കൊണ്ട് ഇവരുടെ എല്ലാ കാര്യവും പോകാൻ പോവുകയാണ്. തഫ്സീറിൽ കാണാം, അറേബ്യൻ മുശ്രിക്കുകളുടെ സ്ഥിതി പറയാൻ. വഇൻ കാനൂ യുത്ലിഖൂന ലഫ്ളൽ ഇലാഹി അലൽ വസനി ഫമാ തലഖൂ ലഫ്ളല്ലാഹി അലാ ശൈഇൻ സിവാഹു. മുശ്രിക്കുകൾ വിഗ്രഹങ്ങൾക്കൊക്കെ ഇലാഹ് എന്ന് പേരിട്ടതല്ലാതെ വിഗ്രഹങ്ങളെയൊക്കെ അവർ ഇലാഹ് എന്നാണ് വിഗ്രഹങ്ങളുടെ കാര്യത്തിലൊക്കെ അവർ പ്രയോഗിച്ച പദം. അതേ അവസരത്തിൽ ഫമാ തലഖൂ ലഫ്ളല്ലാഹി അലാ ശൈഇൻ സിവാഹു, അല്ലാഹുവിന്റെ പേരിലല്ലാതെ, അല്ലാഹുവിനെ അല്ലാതെ അല്ലാഹ് എന്നവർ വിളിച്ചിട്ടില്ല. ഒരൊറ്റ മുശ്രിക്കും അവരുടെ ആരാധ്യന്മാർക്ക് അല്ലാഹ് പേരിട്ടിട്ടില്ല. അവരല്ലാഹ് പറഞ്ഞതൊക്കെ ആരെയാണ്? നമ്മൾ പറയുന്ന അല്ലാഹുവിനെ തന്നെയാണ്. അപ്പൊ അല്ലാഹ് എന്നുള്ള ആ ഒരു നാമം ഒരൊറ്റ ബിംബത്തിനും അറേബ്യൻ മുശ്രിക്കുകൾ ഇട്ടിട്ടില്ല. അവരെ അല്ലാഹ് എവിടെയൊക്കെ പ്രയോഗിച്ചോ അവിടെയൊക്കെ ഉദ്ദേശിക്കുന്നത് നാം പറയുന്ന അതേ അല്ലാഹു തന്നെയാണ്. വിശ്വാസത്തിൽ ഒരുപാട് തകരാറുകളുണ്ട്. മക്കളുണ്ട് എന്ന് വാദിച്ചവരുണ്ട്, മരണാനന്തര ജീവിതമില്ല എന്ന് പറഞ്ഞവരുണ്ട്. അങ്ങനെ പലതും അവരുടെ വിശ്വാസത്തിൽ അബദ്ധങ്ങളുണ്ട്. അതൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. ഞാനിതൊക്കെ എന്റെ കഴിഞ്ഞ പ്രസംഗത്തിൽ തന്നെ പറഞ്ഞതല്ലേ. കഴിഞ്ഞ പ്രസംഗം ശ്രദ്ധിച്ചവർക്ക് അറിഞ്ഞൂടെ? അന്നേ ഞാൻ പറഞ്ഞു, ഈ ചങ്ങാതി ഇവിടെ വന്നിട്ട് പറയും സലഫി അബൂജഹലിനെ മോമിനാക്കി, അങ്ങനെ ഇനി ആരും പറയാൻ നിൽക്കണ്ടെന്ന് ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ട്. അതുപോലും കേട്ടത് നടിക്കാതെ മൂപ്പര് എന്റെ പേരിൽ പിന്നെ ആരോപണം പറയും. നോക്കണം നിങ്ങൾ, മൂപ്പര് ഇവിടെ മറുപടി പ്രസംഗം നടത്തുന്നത്. ഞാൻ പറഞ്ഞത് കേട്ടിട്ടല്ലേ മറുപടി പറയാം. അങ്ങനെ മറുപടി പറയുമ്പോ എന്തായാലും എന്റെ പ്രസംഗം കേൾക്കാതിരിക്കൂലല്ലോ. ഞാൻ പറയുകയും ചെയ്തു, എന്ത് നീ ഇതൊക്കെ കേട്ടിട്ട് അബൂജഹല് ഭയങ്കര മൂമിനാനൊന്നും നീ നാളെ വന്നിട്ട് പേരോട് പറയണ്ട, എന്നെപ്പറ്റി അങ്ങനെയൊന്നും ആരോപണം പറയണ്ട, അങ്ങനെയൊന്നും തെറ്റിദ്ധരിക്കണ്ട എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. അബൂജഹൽ ഒറിജിനൽ മൂമിനൊന്നുമല്ല. അവന് യഥാർത്ഥ വിശ്വാസം നമ്മൾ വിശ്വസിക്കുന്നത് പോലെ ഈമാൻ കാര്യങ്ങൾ മുഴുവൻ അവൻ വിശ്വസിച്ചു എന്നൊന്നുമില്ല. എന്നാൽ അള്ളാഹനെ ഖാലിഖായി അംഗീകരിച്ചിട്ടുണ്ട്, അള്ളാഹനവൻ തള്ളിയിട്ടില്ല. ഇതൊക്കെ ഞാൻ അന്ന് പറഞ്ഞത്. അതൊക്കെ കേട്ടിട്ടും ഞാൻ പറഞ്ഞല്ലോ, അബൂജഹൽ അള്ളാഹുവിന് വേണ്ടി തന്നെ തവാഫ് ചെയ്തിരുന്നു, അവിടെ മുശ്രിക്കുകൾ പിന്നെ നോമ്പെടുത്തിരുന്നു, അതേപോലെ തന്നെ പല കാര്യങ്ങളും ചെയ്തിരുന്നു. അത് പറഞ്ഞതിന് മൂപ്പര് ഇവിടെ വന്നിട്ട് കളിയാക്കുക. എന്താ കളിയാക്കിയിരുന്നറിയോ? സലഫി ഇവിടെ വന്നത് അബൂജഹലിന്റെ മൗലൂദ് ഓതാനാണ്.
ഞാൻ അബൂജഹലിന്റെ മദ്ഹ് പറയാനും അബൂജഹലിനെ ശരിയായ മൂമിനാക്കിയിട്ട് അബൂജഹലിന്റെ മൗലൂദ് ഓതുന്നത് കേട്ടോളൂ. ആര്? ഹുസൈൻ സലഫി അബൂജഹലിന്റെ മൗലൂദ് ഓതുകയാണ് എന്ന് പറഞ്ഞിട്ട് പേരോട് എന്റെ പേരിൽ ആരോപിക്കുന്ന ഭാഗം കേൾക്കുക. അതിന്റെ ശേഷം ഞാൻ കേൾപ്പിക്കുമെന്ത്? ഇയാളാ പറഞ്ഞു നിർത്തിയതിന്റെ ശേഷം മുതൽക്ക് ഞാൻ കേൾപ്പിക്കും. മൂപ്പര് എവിടെ നിർത്തിയോ അതിന്റെ ശേഷം പിന്നെ ഞാൻ കേൾപ്പിക്കും. അതിലെന്താ പറയുന്നത്? മൂപ്പര പറഞ്ഞതിനൊക്കെ നേരെ എതിരെ എന്നെപ്പറ്റി അങ്ങനെ പറയരുത്, എനിക്കങ്ങനെ വാദല്ല, അങ്ങനെ ധരിക്കണ്ട എന്നൊക്കെ ഞാൻ അന്നേ പറഞ്ഞത് ശേഷം ഞാൻ കേൾപ്പിക്കും. അതൊക്കെ മൂപ്പര് മൂടി വെച്ചു. അതൊന്നും കേൾക്കാത്ത മട്ടിൽ പറയണ് അബൂജഹലിനെ മോമിനാക്കി, ഇപ്പോഴും മോമിനാക്കി എന്നിങ്ങനെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ആ ഭാഗം ഒന്ന് കേട്ടോളൂ. മൗലൂദ് ഓതുകയാണെന്ന് പറയുന്ന ഭാഗം. ഈ മൗലവി അയാൾ അബൂജഹലിനെ കുറിച്ച് പറയുന്നത് കേട്ടോളി. അബൂജഹലിന്റെ മൗലൂദ് ഓതുന്നത് അതൊന്ന് കേട്ടോളി. അബൂജഹൽ അള്ളാനെ അറിഞ്ഞ ആളാണ്, അള്ളാനെ ഖാലിഖായി അംഗീകരിച്ചയാളാണ്, അള്ളാനെ റാസിഖായി അംഗീകരിച്ചയാളാണ്. മറ്റൊരു സ്ഥലത്ത് പറയുന്നത് അള്ളാഹുവിന് വേണ്ടി അവർ നോമ്പനുഷ്ഠിച്ചിരുന്നു, അള്ളാഹുവിന് വേണ്ടി അവർ നേർച്ച വഴിപാടുകൾ സമർപ്പിച്ചിരുന്നു, അള്ളാഹുവിന് വേണ്ടി അവർ പള്ളിയിൽ ഇത്തിക്കാഫിരുന്നിരുന്നു, അള്ളാഹ്ക്ക് വേണ്ടി തന്നെ അവർ തൽബിയത്ത് ചൊല്ലിയിരുന്നു, അള്ളാഹുവിന് വേണ്ടി തന്നെ അവർ തവാഫ് നടത്തിയിരുന്നു, അള്ളാഹുവിന് വേണ്ടി തന്നെ അവർ ധർമ്മം ചെയ്തിരുന്നു, അള്ളാഹുവിന് വേണ്ടി തന്നെ അവർ നാക്കാലികളെ അറവ് നടത്തുകയും ചെയ്തിരുന്നു. അള്ളാഹുവിന് വേണ്ടി തന്നെ അബൂജഹലിന്റെ പണികളായി പറഞ്ഞൊക്കെ അബൂജഹലിന്റെ മൗലൂദ പോതി. അബൂജഹലിന്റെ മൗലൂദ പോതിയത് ഇനി നേരെ ശേഷം വരുന്ന വാചകങ്ങളാണ് കേട്ടാൽ ഞാൻ പറയുന്നുണ്ട് എനിക്കങ്ങനെ വാദല്ല, ഇനി ഏതെങ്കിലും പൊട്ടന്മാർ ഇയാളുമായി അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട എന്ന് വിചാരിച്ച് ഞാൻ അന്നേ പറഞ്ഞു. ഇനി ആരും അങ്ങനെ എനിക്കങ്ങനെ വാദമുണ്ട് ഞാൻ ജദാ മൂമിനാക്കി എന്നൊന്നും പറയണ്ട എന്ന് വിശദമായി ഞാൻ പറയുന്നുണ്ട്. വാസ്തവത്തിൽ ഇന്ന് ഈ പറയുന്നതൊന്നും ഇവിടെ പറയേണ്ടതില്ല. ആ പ്രസംഗം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി, നമ്മളെ വാദം എന്താണെന്ന് മനസ്സിലാവും. കേട്ടോളൂ, ഞാൻ അന്ന് പറഞ്ഞത് ഇയാൾ മൂടി വെച്ചത്, ഇയാൾ നിർത്തിയതിന്റെ ശേഷമുള്ള വാചകം മുതൽക്കാണ് ഞാൻ കേൾപ്പിക്കുന്നത്. കട്ട് വെച്ച ഭാഗം വെക്ക് മോനെ. ഓഹോ, അപ്പ അവർ ഇത്ര വലിയ നല്ല മുഅ്മിനുകളാണോ? അത് ഞാൻ പറഞ്ഞിട്ടില്ല, അതാരും വെച്ച് കെട്ടേണ്ടതില്ല. അബൂജഹലിനെ മുഅ്മിനാക്കിയിട്ട് ഞങ്ങളെ മുശ്രിക്കാക്കുകയാണോ മൗലവി എന്ന് ഇനി നാളെ വന്നിട്ടാരും ചോദിക്കണ്ട. അബൂജഹൽ മുഅ്മിനാണെന്ന് ഇവിടെ അഭിപ്രായമില്ല. മുഅ്മിനാകണമെങ്കിൽ ഇസ്ലാം പഠിപ്പിച്ച കുറെ കാര്യങ്ങളുണ്ട്, അത് അംഗീകരിക്കണം. പക്ഷേ ഒരു കാര്യം ഞാൻ പറയട്ടെ, അബൂജഹൽ അള്ളാനെ അറിഞ്ഞ ആളാണ്, അള്ളാനെ ഖാലിഖായി അംഗീകരിച്ചയാളാണ്, അള്ളാനെ റാസിഖായി അംഗീകരിച്ചയാളാണ്. അയാളിൽ അതല്ലെങ്കിൽ അയാളടക്കമുള്ള അറേബ്യൻ ജനങ്ങളിൽ ഏത് നിലക്കുള്ള മറ്റ് വിശ്വാസ രംഗത്തുള്ള ഒരുപാട് ച്യുതികളുണ്ടെങ്കിലും ആ വിശ്വാസ ജീർണതകളൊക്കെ അവരിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരിലുള്ള കുഫിരിയത്ത് വളരെ ഭയങ്കരമായ കുഫിരിയത്താണ്. പക്ഷേ അവർ അള്ളാഹുവിന് മക്കളുണ്ട് എന്ന് വിശ്വസിച്ചത് കൊണ്ട് മാത്രമാണോ ശിർക്ക് വന്നത്? അതല്ലെങ്കിൽ ആ നിലക്കുള്ള കാര്യങ്ങളൊക്കെ ഒരാളിൽ നിന്നങ്ങ് ഒഴിവായി പോയാൽ അവർ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചാലോ ആരാധിച്ചാലോ നേർച്ച വഴിപാടുകൾ അർപ്പിച്ചാലോ അവരിൽ ശിർക്ക് വരില്ല എന്ന് നമുക്ക് പറയാനൊക്കുമോ? ഒരിക്കലും അത് പറയാനൊക്കില്ലല്ലോ. അതുകൊണ്ട് അബൂജഹലിനെ മുഅ്മിനാക്കുകയല്ല, അബൂജഹൽ മുശ്രിക്ക് തന്നെയാണ്. പിന്നെ എന്തിനാ അബൂജഹലിന്റെ വർത്തമാനം ഇവിടെ പറയുന്നത്? അബൂജഹൽ മുശ്രിക്കാവാനുള്ള കാരണമുണ്ട് ജനങ്ങളെ. നിങ്ങൾ ആ ശിർക്കിലേക്ക് പോയി അബൂജഹലിനെ പോലെ ആകരുത് എന്ന് പറയാനാണ്. അബൂജഹൽ അള്ളാനെ സ്വയം പര്യാപ്തനെന്ന് വിശ്വസിച്ചിട്ടുണ്ട്. വാസ്തവത്തിൽ ഇവിടെ എന്നെപ്പറ്റി മുസ്ലിയാർ പേരോട് മുസ്ലിയാർ പറഞ്ഞു ഒരാരോപണം, ഞാൻ അബൂജഹലിനെ മുഅ്മിനാക്കി എന്നാണ്. അബൂജഹലിനെ മുഅ്മിനാക്കിയിട്ട് മറ്റുള്ളവരെ മുശ്രിക്കുകയാണോ മൗലവി എന്നാണ് എന്നോട് ചോദിക്കുന്നത്. പറയട്ടെ വളരെ വിനയത്തോടുകൂടി, അബൂജഹലിനെ മുഅ്മിനാക്കുന്നത് വാസ്തവത്തിൽ ഞങ്ങളല്ല. അത് പലപ്പോഴും നിങ്ങളുടെ വ്യാഖ്യാനം കൊണ്ടാണ് അബൂജഹൽ മുഅ്മിനാണെന്ന് വന്നു ചേരുന്നത്. കാരണം നിങ്ങൾ പറയുന്നത് എന്താണെന്നോ, അല്ലാഹ് സ്വയം പര്യാപ്തനാണെന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റാരോട് ദുആ ചെയ്താലും അത് ശിർക്കല്ല എന്ന് പറയുമ്പോ അതേ വാദക്കാരനല്ലേ അബൂജഹൽ അടക്കമുള്ള മുശ്രിക്കുകൾ അള്ളാഹനെ സ്വയം പര്യാപ്തനായിട്ട് വിശ്വസിക്കുകയും മറ്റുള്ളവരോട് വിളിച്ചു പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ അവരെ എങ്ങനെ മുശ്രിക്കെന്ന് വിളിക്കും? ഇതേ വാദമല്ലേ അവർക്കുമുള്ളത്. അപ്പൊ ഫലത്തിൽ അവരെ മുഅ്മിനുകളാക്കി തീർക്കുന്നത് നിങ്ങളാണ്, ആ വിശ്വാസം പ്രചരിപ്പിക്കുന്നവരാണ്. അതേ അവസരത്തിൽ മുജാഹിദുകൾ സലഫികൾ അബൂജഹലിനെ മുഅ്മിനാക്കുന്നില്ല, അവൻ അള്ളാഹനെ അംഗീകരിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. കണ്ടോ, വളരെ കൃത്യമായ വിവരണമാണ് അന്ന് നടത്തിയിട്ടുണ്ട്. ഈ വിവരണമൊക്കെ ഈ പറഞ്ഞതൊക്കെ അതിൽ കൃത്യമാണ്. എന്റെ പേരിൽ ഈ നാളെ വന്നിട്ട് പേരോട് മുസ്ലിം ആരോപണം പറയരുത്. കഴിഞ്ഞ പ്രസംഗത്തിലും നിങ്ങൾ പറഞ്ഞു, അതുകൊണ്ട് ഇനിയും പറയരുത് എന്ന് 2 പ്രാവശ്യം ഞാൻ പറഞ്ഞതാണ് ഇപ്പൊ കേൾക്കുന്നത്. അതൊക്കെ പറഞ്ഞിട്ട് പിന്നെയും വന്നിട്ട് പറഞ്ഞതാണ് ഇപ്പൊ നേരത്തെ നിങ്ങൾ കേട്ടത്. മുഅ്മിനാന്നാ പറയണത്, മൗലൂദ് ഓതുകയാണ്. ഇതിനെന്താ പറയേണ്ടത്?
യഥാർത്ഥത്തിലുള്ള തെറ്റിദ്ധരിപ്പിക്കലല്ലേ പേരോട് മുസ്ലിയാർ നടത്തുന്നത്? പിന്നെ ഇതൊക്കെ ഞാൻ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞില്ലേ, ഇവരെ അള്ളാഹുവിനെ ആരാധിച്ചിട്ടുണ്ട്, പലപ്പോഴും പല കാര്യങ്ങളിലും അവർ നോമ്പെടുത്തു, അതേപോലെ തവാഫ് ചെയ്തു, ഹജ്ജ് ചെയ്തു, അറവ് നടത്തി എന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ. അത് പറഞ്ഞപ്പോ മൂപ്പര് പറയണേ, മൗലവി നിങ്ങൾക്ക് ഖുർആനോ തിരിയില്ല, ഹദീസോ തിരിഞ്ഞില്ല, തഫ്സീറോ തിരിഞ്ഞില്ല, ഒന്നും വേണ്ട, 2ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് അറിയാവുന്ന ഒരു ഖുൽ യാ അയ്യുഹൽ കാഫിറൂനെങ്കിലും പഠിച്ചുകൂടായിരുന്നു മൗലവി നിങ്ങൾക്ക്? അപ്പൊ അതിലെന്താ? അതിൽ പറയുന്നുണ്ട്, വലാൻതും ആബിദൂന മാ അഅ്ബുദ്, നിങ്ങൾ ആരാധിക്കും, ഞാൻ ആരാധിക്കുന്നതിനെ നിങ്ങൾ ആരാധിക്കുന്നില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയാണ്, ഞാൻ ആരാധിക്കുന്നവനെ നിങ്ങൾ ആരാധിക്കുന്നില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാധിക്കുന്നുണ്ട്, ഉറപ്പാണല്ലോ, അള്ളാഹുവിനെ ആരാധിക്കുന്നുണ്ട്. അപ്പൊ അവനെ നിങ്ങൾ ആരാധിക്കുന്നില്ല എന്ന് ഖുർആൻ പറഞ്ഞല്ലോ. എന്നിട്ട് മൗലവി ഇവിടെ വന്നിട്ട് എന്ത് പറയുന്നു? അബൂജഹൽ അള്ളാഹിനെ ആരാധിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു ഖുൽ യാ അയ്യുഹൽ കാഫിറൂനെങ്കിലും പഠിച്ചുകൂടായിരുന്നോ എന്നാണ് ചോദ്യം. എന്താ ഖുൽ യാ അയ്യുഹൽ കാഫിറൂനിൽ പറഞ്ഞതെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഖുൽ യാ അയ്യുഹൽ കാഫിറൂനെങ്കിലും പഠിച്ചുകൂടായിരുന്നോ എന്ന് ചോദിക്കണ ആ വമ്പെന്ന് കേട്ടോളി. അബൂജഹൽ അള്ളാഹ്ക്ക് ചെയ്തു എന്നല്ലേ പറഞ്ഞത്? അള്ളാഹ്ക്ക് ചെയ്തു എന്ന് ഇബാദത്തുകളെന്നല്ലേ പറഞ്ഞത്? ഓ മൗലവി, കിതാബ് നിങ്ങൾ ഓതിയില്ല, തഫ്സീർ നിങ്ങൾ പഠിച്ചില്ല, ഹദീസ് നിങ്ങൾ പഠിച്ചില്ല, നിങ്ങൾക്കൊരു ഖുൽ യാ അയ്യുഹൽ കാഫിറൂനെ പഠിച്ചുകൂടായിരുന്നോ? ഖുൽ യാ അയ്യുഹൽ കാഫിറൂനെ നമ്മുടെ ചെറിയ മക്കൾ 2ാം ക്ലാസ് പഠിക്കുന്ന ഒരു സൂറത്ത്, അതൊന്ന് പഠിച്ചുകൂടായിരുന്നോ? തിരിച്ചു ചോദിക്കട്ടെ, നിങ്ങൾക്കൊരു ഖുൽ ഹുവല്ലാഹു പഠിച്ചുകൂടായിരുന്നോ? ഒരു ഖുൽ ഹുവല്ലാഹ് 2ാം ക്ലാസ്സിലെ കുട്ടികൾ കാഫിറൂന സൂറത്ത് പഠിക്കുന്നതിന് മുമ്പ് പഠിക്കണതാണ് ഖുൽ ഹുവല്ലാഹു അഹദ്. ഒരു ഖുൽ ഹുവല്ലാഹ് പഠിച്ചുകൂടായിരുന്നോ പേരോടെ? എന്താ ഖുൽ ഹുവല്ലാഹു അഹദിലുള്ളത്? നിങ്ങൾ ആകെ വാദിച്ചു കൊണ്ടുവരുന്നത് എന്താ? നിങ്ങൾ എന്ത് കെണിഞ്ഞ് ശ്രമിച്ചാലും നിങ്ങളുടെ വാദത്തിന്റെ ആകത്തുക എന്താ? ഇവർ അള്ളാഹ് എന്നൊരു ശക്തിയിൽ വിശ്വസിച്ചിട്ടില്ല എന്നല്ലേ? അള്ളാഹിനെ അവർക്ക് അറിയില്ല എന്നല്ലേ? അള്ളാഹിനെ അവർ സമതായിട്ട് അംഗീകരിച്ചിട്ടില്ല എന്നല്ലേ? അള്ളാഹ് എന്നൊരു വേറൊരു സങ്കല്പത്തിലുള്ള ഒരു സാധനത്തിന് പേരിട്ടു എന്നല്ലേ? ഒരു ഖുൽ ഹുവല്ലാഹ് പഠിച്ചുകൂടായിരുന്നു പേരോടെ? പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ വിഡിത്തം പറയോ? ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. എന്താ അതിൽ പറയുന്നത്? ഖുൽ ഹുവല്ലാഹു അഹദ്. ഖുൽ നബിയെ പറയുക, ഹുവല്ലാഹു അഹദ്, അല്ലാഹു ഏകനാകുന്നു. അല്ലാഹു സ്വമദ്, അല്ലാഹു സമദാകുന്നു. ഇനി നോക്കൂ, അവിടെ നിങ്ങൾ എന്ത് ശ്രദ്ധിച്ചോ? വ അമ്മസ്സമദു ഫഹുവല്ലദീ യകൂനു മസ്മൂദൻ ഇലൈഹി ഫിൽ ഹവായിജി വഹാദാ കാന മഅലൂമൻ ലിൽ അറബി ബൽ ലിഅക്സരിൽ ഖൽഖി അലാ മാ ഖാല വലഇൻ സഅൽതഹും മൻ ഖലഖഹും ലയഖൂലുന്നല്ലാഹ്. എന്താണ് അതിൽ പറയുന്നതെന്നോ? ഒരു ഭാഷാപരമായ ചർച്ച ഇവിടെ പറയുന്നുണ്ട് പണ്ഡിതന്മാർ. എന്താ ചർച്ച എന്നറിയോ? ഖുൽ ഹുവല്ലാഹു അഹദ് എന്നല്ലേ പറഞ്ഞത്? നേരെ മറിച്ച് അല്ലാഹു സ്വമദ് എന്ന് പറയാതെ അസ്വമദ് എന്നേ പറഞ്ഞേന്ന്. അതാ ചർച്ച. ഖുൽ ഹുവല്ലാഹു അൽ അഹദ് എന്ന് പറയാതെ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് പറഞ്ഞു. അല്ലാഹു സ്വമദുൻ എന്ന് പറയാതെ അല്ലാഹു സ്വമദ്, അസ്വമദ് എന്ന് അലിഫ്ലാമിട്ട് പറയാൻ എന്താ കാരണം എന്നതാണ് അവിടെ ഭാഷാപരമായ ചർച്ച. അതിന് കാരണം പറഞ്ഞതാണ്. എന്താ കാരണം എന്നറിയോ? സമദ് എന്ന് പറഞ്ഞാൽ എന്താ? എന്റെ അർത്ഥം എന്താ? ആവശ്യങ്ങൾ ഉണ്ടാകുമ്പോ ഏതൊന്നിലേക്കാണോ അഭയം പ്രാപിക്കുന്നത് അവനാണ് സമദ്. ഇതിപ്പോ ഈ കാര്യം അള്ളാഹുവിലേക്കാണ് അഭയം പ്രാപിക്കുന്നത് എന്ന ഈ കാര്യം വഹാദാ കാന മഅലൂമൻ ലിൽ അറബി മജ്ഹൂലൻ ലിൽ അറബി എന്നല്ല, അറബികൾക്ക് അറിയില്ലായിരുന്നു എന്നല്ല. വഹാദാ കാന മഅലൂമൻ ലിൽ അറബി, അള്ളയാണ് സമദെന്ന ഈ കാര്യം ആവശ്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഓടിച്ചെല്ലേണ്ടുന്ന കേന്ദ്രം, ഒരാളുടെയും ആശ്രയമില്ലാത്ത സ്വയം പര്യാപ്തൻ എന്നൊക്കെ പറയാറില്ലേ, അങ്ങനെയുള്ള ശക്തി അള്ളയാണ് എന്ന കാര്യം അറബികൾക്ക് അറിയാമായിരുന്നു. അറബികൾ മാത്രല്ല, ബല്ലി അക്സരിൽ ഖൽഖി, മഹാഭൂരിപക്ഷം വരുന്ന പടപ്പുകൾക്കും അറിയാമായിരുന്നു. അലാമാ ഖാല, കാരണം അള്ള പറഞ്ഞ തെളിവാ ഉദ്ധരിക്കുന്നത്, വലയിൻ സഅൽതഹും മൻ ഖലഖഹും ലയഖൂലുന്നല്ലാഹ്, ആരാണ് അവരെ സൃഷ്ടിച്ചത് എന്ന് അവരോട് ചോദിച്ചാൽ അള്ളയാണെന്ന് അവർ പറയുക തന്നെ ചെയ്യും. അപ്പൊ ഖുൽ ഹുവല്ലാഹു അഹദ് പഠിച്ചാല് എന്ത് കിട്ടും? അള്ളാനെ അവർ അറിഞ്ഞൂനായിട്ട് അറിഞ്ഞില്ല എന്നല്ല. ശരി, അപ്പൊ ഖുൽ ഹുവല്ലാഹ് എന്ന് പഠിക്കുക. ഇനി പറയാനുള്ളത് എന്താ? എന്നാ പിന്നെ എന്താണ് ആ ആയത്തിൽ പറഞ്ഞത്? ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്നിങ്ങനെ പറഞ്ഞിട്ട് ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ വലാ അൻതും അഅ്ബിദൂന മാ അഅ്ബുദു, ഞാൻ ആരാധിക്കുന്നത് നിങ്ങൾ ആരാധിക്കുന്നില്ല എന്ന് നബി പറഞ്ഞില്ലേ? ശരിയല്ലേ?
ശരിയാണ്. ഞാൻ ആരാധിക്കുന്നതിനെ നിങ്ങൾ ആരാധിക്കുന്നില്ല. ആര് പറയുന്നു? നബിയോട് പറയണല്ല. അപ്പൊ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ട്? അള്ളാഹനെ ആരാധിച്ചിട്ടുണ്ട്, ആർക്കും തർക്കല്ല. അവനെ നിങ്ങൾ ആരാധിക്കുന്നില്ല എന്നല്ലേ പറഞ്ഞത്? പിന്നെ എങ്ങനെ ഇത് ശരിയാവുക? അള്ളാഹനെ ആരാധിച്ചു എന്ന് നമ്മൾ പറയാ, ആരാധിച്ചില്ല എന്നുള്ള പറയാ. അതെന്താന്ന് മനസ്സിലായിക്കോ. എന്താണ് ആ പറഞ്ഞത്? അള്ളാഹ് അവരുടെ ആരാധനയായിട്ട് അംഗീകരിക്കണില്ല. അവരല്ലാഹനെ ആരാധിക്കണില്ല എന്നല്ല, അവരല്ലാഹിനെ ആരാധിച്ചു നോക്കുന്നുണ്ട്. അവരല്ലാഹനെ ആരാധിക്കണമൊക്കെ ഉണ്ട്, നോമ്പെടുക്കുന്നുണ്ട്, അറവ് നടത്തുന്നുണ്ട്, നേർച്ചയാക്കുന്നുണ്ട്, പലരും ചെയ്തു നോക്കുന്നുണ്ട്, പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷെ ഒക്കെ ചെയ്യുന്നത് ഏത് രൂപത്തിലാ? ശിർക്കും കൂടി ചെയ്തിട്ടാ. അപ്പൊ മുശ്രിക്കിന്റെ ഇബാദത്തായിട്ട് അള്ളാഹ് പരിഗണിക്കണില്ല, അവർ ചെയ്യണില്ല എന്നല്ല, ഇബാദത്ത് അവർ ചെയ്യുന്നുണ്ട്. ആർക്ക്? അള്ളാഹ്ക്ക് ചെയ്യുന്നുണ്ട്. അള്ളാഹ്ക്ക് അവർ ഇബാദത്ത് ചെയ്യുന്നുണ്ട്, പക്ഷെ അള്ളാഹ് അത് പരിഗണിക്കണില്ല. എന്താ കാരണം? ലിഅന്നകും തഅബുദൂനഹു മുശ്രികീന. ഖുർതുബിയിൽ കാണാം, തഫ്സീർ ഖുർതുബിയിൽ. ലിഅന്നകും തഅബുദൂനഹു, നിങ്ങൾ അവനെ ആരാധിക്കുന്നത് മുശ്രികീന, മുശ്രിക്കീങ്ങളായ നിലക്കാണ്. അപ്പൊ ശിർക്ക് വെച്ചുകൊണ്ടാണ് അവൻ ആരാധിക്കുന്നത്, അത് അള്ളാഹ് പരിഗണിക്കണില്ല. അതേപോലെ തന്നെ കൽപ്പിക്കപ്പെടാത്ത കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നത് അള്ളാഹ്ക്ക് ഇബാദത്ത് എന്നും പറഞ്ഞിട്ട് നിങ്ങൾ കുറെ ചെയ്തു കൂട്ടുന്നുണ്ട്. അതൊക്കെ അള്ളാഹ് ഇബാദത്തായിട്ട് പരിഗണിക്കുന്നില്ല. ചെയ്യുന്നതായിരിക്കാം അള്ളാഹ്ക്കാണ്, പക്ഷെ അവൻ പരിഗണിക്കുന്നില്ല. ഏതുപോലെ ഇല്ലാത്തൊരു നിസ്കാരം അള്ളാഹ്ക്ക് വേണ്ടി ഒരാൾ നിസ്കരിക്കുന്നു എന്ന് സങ്കല്പിക്കും. ഒരാള് ളുഹറിന്റെ അസറിന്റെ ഇടയിൽ ഒരു സ്പെഷ്യൽ നിസ്കാരം ഉണ്ടാക്കി, ഒരു 5 റക്അത്ത് നിസ്കാരം ഒരാൾ ഉണ്ടാക്കി. ആർക്ക് വേണ്ടി നിസ്കരിക്കണ്? അള്ളാഹ്ക്ക് വേണ്ടി തന്നെ. അള്ളാഹ്ക്ക് വേണ്ടി തന്നെ ഒരാൾ നിസ്കരിക്കുന്നു. അള്ളാഹു അത് അള്ളാഹനെ ആരാധിച്ചതായിട്ട് പരിഗണിക്കൂല. കാരണം എന്താ? പടച്ചോൻ പറഞ്ഞ രൂപത്തിൽ അള്ളാഹ് കൽപ്പിച്ചത് ചെയ്യുമ്പോഴാണ് അത് ഇബാദത്താവുക. അള്ളാഹ് കൽപ്പിച്ച രൂപത്തിലും വിരോധിച്ചത് ഒഴിവാക്കിയും കൊണ്ട് ചെയ്യുമ്പോഴേ അള്ളാഹ് എന്തായി പരിഗണിക്കൂ? ഇബാദത്തായി പരിഗണിക്കൂ. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്ത്? നിങ്ങൾ ഇബാദത്ത് ചെയ്യാനുള്ളത് അള്ളാഹ് പരിഗണിക്കുന്നില്ല, അതുകൊണ്ട് ഫലത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല? അള്ളാഹനെ ആരാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹനെ ഒരു ഖാലിഖായിട്ട് അംഗീകരിച്ചിട്ടില്ല എന്നല്ല, ഖാലിഖായിട്ട് നിങ്ങൾ അംഗീകരിക്കുന്നൊക്കെ ഉണ്ട്, അള്ളാഹ്ക്കാന്ന് പറഞ്ഞിട്ട് പലതും ചെയ്യുന്നുണ്ട്, പക്ഷെ അത് അള്ളാഹ് എന്ത് ചെയ്യുന്നില്ല? പരിഗണിക്കുന്നില്ല എന്നാണ് അവിടെ പറഞ്ഞത്. പിന്നെ മൂപ്പര് പറയണ നമ്മളോട് നേരത്തെ നിങ്ങൾ ചോദിച്ചു കേട്ടില്ലേ, തഫ്സീർ നിങ്ങൾ പഠിച്ചില്ല, കിതാബ് നിങ്ങൾ പഠിച്ചില്ല, നിങ്ങൾ ഒന്നും പഠിച്ചില്ല, ഒരു യായുൽ കാഫിറോടെങ്കിലും പഠിച്ചുകൂടായിരുന്നോ? എന്ത് പറഞ്ഞതിന്? അവര് നോമ്പെടുത്തിരുന്നു, അവര് ഇത്തികാഫ് നേർച്ചയാക്കിയിരുന്നു എന്നൊക്കെ പറഞ്ഞതിന്. സഹോദരന്മാരെ, ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയ ഹദീസാ. അവര് മുഹറം 10 നോമ്പെടുത്തിരുന്നു എന്ന ഹദീസ് ഞാൻ ഉണ്ടാക്കിയതാണോ? അവര് ഇത്തികാഫിരിക്കാൻ നേർച്ചയാക്കി എന്നത് ഞാൻ ഉണ്ടാക്കിയതാണോ? അവര് തെൽബിയത്ത് ചൊല്ലി ഞാൻ ഉണ്ടാക്കിയതാണോ? അവര് തവാഫ് ചെയ്തു ഞാൻ ഉണ്ടാക്കിയതാണോ? അല്ല. ഇതൊക്കെ പണ്ടേ ആര് പറഞ്ഞു തന്നതാ? പണ്ടേക്കും പണ്ടേയുള്ള മുൻഗാമികളൊക്കെ പറഞ്ഞു തന്നതാ. ബുഖാരിയിലില്ലേ ഈ സംഭവം? മുസ്ലിമിലില്ലേ? അതേപോലെ തന്നെ റാസിയിലില്ലേ? ഖുർതുബിയിലില്ലേ? ഏത് പണ്ഡിതന്മാരാ പറയാത്ത? ഈ പണ്ഡിതന്മാരോടൊക്കെ പേരോടിന്റെ ചോദ്യം എന്താ? നിങ്ങൾക്കൊരു കുൽയായുൽ കാഫിറൂനെങ്കിലും പഠിച്ചുകൂടായിരുന്നോ തബരി? നിങ്ങൾക്കൊരു കുൽയായുൽ കാഫിറൂനെങ്കിലും പഠിച്ചുകൂടായിരുന്നോ റാസി? ബുഖാരി ഇമാം നിങ്ങൾക്കൊരു കുൽയായുൽ കാഫിറും പഠിച്ചുകൂടായിരുന്നു. കാരണം അവരൊക്കെ കിതാബിനായി വായിക്കുന്നത് എന്ത്? ഇവരിങ്ങനെ അള്ളാഹ്ക്ക് വേണ്ടി ഇങ്ങനെ നോമ്പെടുത്തിരുന്നു എന്നൊക്കെ. അപ്പൊ അതൊക്കെ പറയുമ്പോ തന്നെ നമുക്ക് മനസ്സിലാകും, ഇതൊക്കെ ആർക്കും മനസ്സിലാകുന്ന യാഥാർത്ഥ്യമാണ്. എന്ത്? അവര് അള്ളാഹനെ അറിഞ്ഞിട്ടുണ്ട്, ആ കാര്യമൊക്കെ അവർക്ക് ബോധ്യാണ്. പിന്നെ അവർ പറയാണ്, എന്തൊക്കെ നിങ്ങൾ വിളിച്ചു പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കേട്ടോളിൻ, എന്തൊക്കെ നിങ്ങൾ വിളിച്ചു പറഞ്ഞത് നിങ്ങളെ നാവുകൊണ്ട്? ഞാൻ വിളിച്ചു പറഞ്ഞതല്ലോ, ഇമാമിങ്ങൾ പറഞ്ഞ കാര്യം ഞാൻ ഇവിടെ ഉദ്ധരിച്ചതല്ലേ? കേട്ടോളൂ, എന്തൊക്കെയാ നിങ്ങളെ നാവുകൊണ്ട് വിളിച്ചു പറഞ്ഞത്? നിങ്ങളല്ലേ മൗലവി നാദാപത്ത് വന്നല്ലേ നിങ്ങൾ പ്രസംഗിച്ചത്? അബൂജഹലും കൂട്ടരും അള്ളാഹ് ഇബാദത്തെടുത്തോന്നും ഇത്തികാഫിൽ തോന്നും എന്തൊക്കെയാ നിങ്ങൾ പറഞ്ഞത്? എന്തൊക്കെയാണ് അതുകൊണ്ട് വിളിച്ചു പറഞ്ഞത്? നാദാപത്ത് വന്നിട്ട് സൂറത്തുൽ കാഫിറൂൻ, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, ആ സൂറത്ത് പോലും പഠിച്ചില്ലല്ലോ നിങ്ങൾ. കണ്ടോ എന്തൊക്കെയാ നിങ്ങൾ വിളിച്ചു പറഞ്ഞു? ഞാൻ വിളിച്ചു പറഞ്ഞതാ? ഇതൊക്കെ ഇമാമിങ്ങൾ പറഞ്ഞതാ. ഇല്ലെങ്കിൽ അതില്ല, നിങ്ങൾ അടുത്ത പ്രസംഗത്തിൽ പറഞ്ഞാൽ മതി. സലഫി ഇവിടെ ഹദീസ് ഓതിയത് ഏത്? അവര് പിന്നെ മുഹറം 10 നോമ്പെടുത്തിരുന്നു, ഇത്തികാഫ് നേർച്ചയാക്കിയിരുന്നു, തവാഫ് ചെയ്തിരുന്നു, തൽബിയത്ത് ചൊല്ലിയിരുന്നു, ഹജ്ജിന് ചെയ്തിരുന്നു, മുസ്ദലിഫയിൽ നിന്നിരുന്നു. ഇതൊക്കെ എല്ലാം നിങ്ങളൊരു പറയും. അതൊക്കെ ഉള്ളതല്ലേ? ഞാൻ ഉണ്ടാക്കിയതാ? അതൊക്കെ ഉണ്ട്. ഇല്ല എന്ന് നിങ്ങൾ അടുത്ത പ്രസംഗത്തിൽ പറ. ഹദീസ് ഒന്നും ശരിയല്ല എന്ന് നിങ്ങളൊരു പറയും. മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ പറയണ അതേ അള്ളാനെ തന്നെയാണ് അവരും അള്ളാന്ന് വിളിച്ചത്. അതല്ല, ഈ പടച്ചതമ്പുരാൻ എന്തിനാണ് ദേഷ്യപ്പെട്ടത്? അള്ളാഹുവിന് മക്കളുണ്ട് എന്ന് പറഞ്ഞപ്പോ അള്ളാഹു ദേഷ്യം പിടിച്ചില്ലേ? അള്ളാഹുവിനെ പറ്റി അവരെന്ത് പറഞ്ഞു? വഖാലു ഇത്തഖദർ റഹ്മാനു വലദാ,
അവര് പറഞ്ഞു റഹ്മാനായ അള്ളാഹു സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നു, അള്ളാഹ് കുട്ടിയുണ്ട് എന്ന് പറഞ്ഞു. അതിനെപ്പറ്റി പടച്ചോൻ എന്താ പറഞ്ഞത്? വമ്പിച്ച വാക്കാ നിങ്ങളാ പറഞ്ഞേട്ടോ. ആകാശം പൊട്ടിപ്പൊളരും, ഭൂമി വിണ്ടുകീറുന്ന വർത്താന, പർവ്വതം കിടുകിടുക്കണ വർത്താനാ നിങ്ങൾ പറഞ്ഞത്. അള്ളാഹ്ക്ക് കുട്ടിയുണ്ട് എന്നുള്ളത്. അള്ള എന്തിനാ ദേഷ്യപ്പെടുന്നത്? അള്ളാഹ്ക്ക് ഇത്ര വിചാരിച്ചാ പോലെ അത് ഇന്നെ പറ്റിയല്ലാന്ന്. അത് അവർക്ക് ഏതോ ഒരു അള്ളണ്ട്, അവർക്ക് ഏതോ ഒരു സങ്കല്പത്തിലൊരു അള്ളണ്ട്. ആ അള്ളാഹ്ക്ക് കുട്ടി ഉണ്ടായിക്കോട്ടെ, എനിക്കെന്താ ഛേദം എന്ന് പറഞ്ഞാ പോരെ. പക്ഷേ അള്ളാഹു എന്താ പറഞ്ഞത്? ഭയങ്കര ഗൗരവമുള്ള വാക്കാ നിങ്ങൾ പറഞ്ഞത്. അള്ളാഹു ദേഷ്യം പിടിച്ചു, ദേഷ്യപ്പെട്ടു. എന്താ കാരണം? അത് അള്ളാനെ തന്നെയാ പറഞ്ഞത്. നമ്മൾ പറയണ അതേ അള്ളാനെ പറ്റി തന്നെ കുട്ടിയുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ടാണ് അവരെന്ത് ചെയ്തത്? ദേഷ്യപ്പെട്ടത്. ഇതേത് കൊച്ചുകുട്ടിക്കും മനസ്സിലാകുന്ന യാഥാർത്ഥ്യം. പിന്നെ ഞാൻ പറഞ്ഞിരുന്നു, ആകാശഭൂമികളുടെ സൃഷ്ടാവ് ആരാണ് എന്ന് പറഞ്ഞാൽ അവരും അള്ളയാണ് എന്ന് പറയും. ആരാ നിങ്ങളെ പടച്ചത്, നിങ്ങളെ മുമ്പുള്ളവരെ പടച്ചത് എന്നൊക്കെ ചോദിച്ചാൽ, അല്ലെങ്കിൽ ആ അർത്ഥങ്ങളിലുള്ള വചനങ്ങളൊക്കെ അറിയിക്കുന്നുണ്ടെന്ത്? അതായിരുന്നു അവരുടെ വിശ്വാസം എന്ന്. അവർ അള്ളാനെ വിശ്വസിക്കുന്നുണ്ട്. ആ കാര്യത്തിൽ അവർ അള്ളയാണ് ഖാലിഖ്, അള്ളയാണ് റാസിഖ് എന്നൊക്കെ അതായിരുന്നു അവരുടെ വിശ്വാസം എന്ന് ഫദാലിക ഈമാനുഹു എന്ന് പറഞ്ഞിരുന്നു. ഞാൻ ആ ഇബാറത്ത് വായിച്ചപ്പോ മൂപ്പര് വെച്ചൊരു അർത്ഥം നോക്കണം, ഭയങ്കര രസമാണ്. മൂപ്പരയിന് വെച്ച അർത്ഥം എന്താ അറിയോ? മൗലവി ഇവിടെ വന്നിട്ട് പറഞ്ഞത് ഫദാലിക ഈമാനുഹും, അത് അവരുടെ ഈമാനായിരുന്നു എന്നാണ്, വിശ്വാസമായിരുന്നു. ഇത് മൂപ്പര് പറയണ അതല്ല ഇതിലർത്ഥം മൗലവി. പിന്നെന്താ? മൂപ്പരൊരു ഉദാഹരണവും പറഞ്ഞു. കുട്ടികളിലെ പുട്ട് ചുടുന്ന മണ്ണോണ്ട്, കുട്ടികൾ മണ്ണോണ്ട് പുട്ടിയിട്ടിട്ട് കുറച്ച് കഴിഞ്ഞാൽ ആ പുട്ടാണ് തട്ടിക്കളയും. എന്നിട്ട് കുട്ടികൾ അറിയും അതാണോ എന്റെ പുട്ട്, ഏത് പുട്ടല്ലോ, അതാണോ എന്റെ പുട്ട്. ഇതേമാതിരി അള്ള പറയണത് ആകാശഭൂമികളെ സൃഷ്ടിച്ചത് ആരാന്ന് ചോദിച്ചാൽ അവർ പറയും, നിങ്ങൾ പടച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അവർ പറയും അള്ളയാണ്, അള്ളയാണ് എന്ന് പറയും. ഞാൻ ആ കേൾപ്പിച്ച വാചകം ഞാൻ നിങ്ങൾ ആദ്യം കേൾപ്പിക്കട്ടോ. എന്താണ് ഞാനെന്ന് വായിച്ചത്? വലയിൻ സഅൽതഹും മൻ ഖലഖഹും വഖാല ഇക്രിമ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ബുഖാരിയിൽ നിന്ന് വായിക്കുന്നു, വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂന, അവരധിക ആളുകളും പങ്കുചേർക്കുന്നവരായി കൊണ്ടല്ലാതെ അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല. എന്നിട്ട് പിന്നെയും പറയുന്നു, വലയിൻ സഅൽതഹും മൻ ഖലഖഹും, അവരെ ആരാണ് പടച്ചതെന്ന് നീ അവരോട് ചോദിച്ചാൽ, അതേപോലെ മൻ ഖലഖസ് സമാവാതി വൽ അർള ലയഖൂലുന്നല്ലാഹ്, ആകാശഭൂമികളെ ആരാണ് സൃഷ്ടിച്ചതെന്ന് ചോദിച്ചാൽ അള്ളയാണെന്നവർ പറയും. ഇത് പറഞ്ഞിട്ട് ഇക്രിമ പറയാണ്, ശ്രദ്ധിച്ചോ, ഇതാണ് പറഞ്ഞിട്ട് ഇക്രിമ പറയാണ് ഫദാലിക ഈമാനുഹും, അത് അവരുടെ ഈമാനായിരുന്നു, വിശ്വാസമായിരുന്നു. എന്ത്? ആകാശഭൂമികളെ പടച്ചവൻ അള്ളയാണ്, അവരെ സൃഷ്ടിച്ചതും അള്ളാഹുവാണ് എന്നത് അവരുടെ വിശ്വാസം തന്നെയാണ്. എന്നിട്ടും ആ വിശ്വാസം ഉണ്ടായിട്ടും വഹും യഅ്ബുദൂന ഗൈറഹു, അള്ളാഹു അല്ലാത്തവരെയും അവരെന്ത് ചെയ്യുന്നുണ്ട്? ആരാധിക്കുന്നുണ്ട്. ഇത് ഞാൻ ഇവിടെ വായിച്ചപ്പോ മുപ്പര് പറയണേ ഫദാലിക ഈമാനുഹു എന്ന് പറഞ്ഞപ്പോ സലഫി അർത്ഥം വെച്ചത് അത് അവരുടെ ഈമാനായിരുന്നു എന്നാണ്. വാസ്തവത്തിൽ അതല്ല, അതാ അവരുടെ ഈമാന്. നോക്കണം, ഇങ്ങനെ ഉണ്ടാവും ഒരർത്ഥം പറയല്. ഫദാലിക ഈമാനുഹു, അതാ അവരുടെ പുട്ട് എന്ന് പറയും പോലെ അതാ അവരുടെ ഈമാന് എന്ന് പറച്ചു കളിയാക്കിയതാണ്, പരിഹസിച്ചതാണ്. അതാ അവരുടെ ഈമാൻ, അത് ഈമാനൊന്നല്ല എന്ന് പറയും. ഇങ്ങനെയാണെങ്കിൽ ഇപ്പൊ ആർക്കാ ഏത് കിതാബിലാപ്പ് വെച്ചുകൂടാത്തത്? ഒരാൾ ഇങ്ങനെ നിൽക്കുമ്പോ, കുറെ കുട്ടികൾ ഇങ്ങനെ, കുറച്ച് ആൾക്കാർ ഇങ്ങനെ നിൽക്കുമ്പോ പേരോട് മുസ്ലിയാരായി കൂടി പോയി വിചാരിക്കും. ഒരു കുട്ടി ചോദിച്ചു അയാളെ ഈ പേരോട്, അപ്പൊ അതാണ് പേരോട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അതാണ് പേരോട് എന്നാ അപ്പൊ അതിന്റെ അർത്ഥം? അതാണ് പേരോട് പറയില്ല. ഏത് വാചകത്തിനും ആർക്കും അങ്ങനെ പറഞ്ഞുകൂടാത്തത്? നിങ്ങൾ നോക്കും മൂപ്പരാ പറയണ അർത്ഥം എന്താ? ബഹുരസണ്ട് പറയണ കേട്ടോളൂ, അർത്ഥം വെക്കണ കോലം. മൗലവി പറഞ്ഞില്ലേ, എന്താ പറഞ്ഞത്? അത് അവരുടെ ഈമാനായിരുന്നു. ആരെ ഈമാന്? അബൂജഹലിന്റെ. അതിനെപ്പറ്റി ഞാൻ ഇവിടുന്ന് അതിന് മറുപടി പറഞ്ഞ് പ്രസംഗിച്ചു. ആ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞ വാചകം നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചോ? ഞാൻ അതിന്റെ വിശദീകരണം എന്ന് പറഞ്ഞേ, അത് അബൂജഹൽ ഉത്തരം മുട്ടുമ്പോ അതങ്ങനെ പറഞ്ഞതാ, അതവരെ ഈമാനായിരുന്നു എന്നല്ല അതിന്റെ അർത്ഥം. ബുഖാരിയിൽ പറഞ്ഞതിന്റെ അർത്ഥം അവരെ ഈമാനാണ് എന്നല്ല. പിന്നെ അതാ അവരെ ഈമാന്, അത് ഈമാനല്ല, അതാ അവരെ ഈമാന്. അതേതുപോലെ ഞാൻ അന്നൊരു ഉദാഹരണവും പറഞ്ഞു, കുട്ടികൾ പൂയി കൊണ്ട് പിട്ടി വിട്ട പോലെയാണ്, അതാ എന്റെ പിട്ടി പറയുന്നത്.